ദുരന്തം നടന്നിട്ട് ഇന്ന് 7ാം നാളാണ്. ഇനിയും ഉറ്റ ബന്ധുക്കളെ കിട്ടാത്ത ആളുകൾ നിരവധിയാണ്. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിച്ച് പലരും ഇവിടെ നിന്നും മടങ്ങുകയാണ്. ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിൽ നിന്നും പലരും മടങ്ങുന്ന കാഴ്ച കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരുടെ കൂടെ ആ മൃതദേഹം കാത്തിരിക്കുന്ന ആ സ്ഥലത്ത് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലിരുന്ന് ഇവരിൽ പലരെയും നമുക്ക് നല്ല പരിചയമാണ്. ഒരു അടുപ്പം ഇതിനോടകം വന്നിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ചിരിക്കുന്ന ഈ ഹോട്ടലിൽ തന്നെയാണ് ഇവരും താമസിച്ചിരുന്നത്. ഇവരേതായാലും ഇന്ന് ഇനിയൊരു മൃതദേഹം കിട്ടും. ബന്ധുവിൻ്റെ മൃതദേഹം ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠത്തെയും അമ്മയുടെയും ഒക്കെ മൃതദേഹം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇപ്പൊ തിരിച്ചു പോവുകയാണ് അല്ലേ? തിരിച്ചു പോവാം. മോനും മോളതും കിട്ടി. രണ്ടുപേരെ കിട്ടി. ഏട്ടനും അടുത്തമ്മയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് ഇതില്ല. കാരണം നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ DNA കൊടുത്തിട്ടുണ്ട്. അവർ രണ്ടാളുടെയും കിട്ടുകയാണെങ്കിൽ മനസ്സിൽ നല്ല സന്തോഷം ഇതായിരുന്നു. ഇതിപ്പോൾ പാതി വൈകിട്ട് പോകണ മതിയായി പോകുന്നതായില്ല. കട്ടവരെ കിട്ടാതെ പോകുന്നുണ്ടുള്ള സങ്കടമാണ് ഇപ്പോൾ. രണ്ടുപേരെ കിട്ടിയപ്പോൾ അവരെല്ലാവരും 4 പേരെ കിട്ടിയെടുക്കുക ഒരുമിച്ച് സംസ്കരിച്ചിട്ട് അതിൻ്റെ അത് ചെയ്യാണ്. അത്ര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ കിട്ടാതെ പോകുന്നുണ്ടില്ല. അവർ ഏതായാലും മരിച്ചു പോയിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ബോഡി കിട്ടുകയാണെങ്കിൽ അത് മറവ് ചെയ്ത് പോകണമെന്നായിരുന്നു ആഗ്രഹം. ഏതായാലും 4 പേരിലും മക്കളത് കിട്ടി. അവരത് ഞങ്ങൾ അതേപോലെ സംസ്കരിച്ചു. വേദന ഉണ്ട്. അപ്പം എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല. അത്രയ്ക്കും ഹൃദയം ഞങ്ങളതിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും. അത്ര പറയാനുള്ളൂ. അതെ 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 അതെ.